ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2364. ഇന്ന് ജൂൺ മാസം 21-ാം തീയതി, 172-ാമത്തെ ദിവസത്തിലെത്തി. ഇന്നൊരു ഞായർ ദിനമാണ്. പോരാഞ്ഞിട്ട് ജൂൺ മാസത്തിലെ 3-ാം ഞായറുമാണ് ഇന്ന് പിതൃദിനമാണ്, ഫാദേഴ്സ് ഡേ. അപ്പൻ ദിവസമെന്ന് കുറച്ചുകൂടി അത് നാട്ടുഭാഷയാക്കാം. ഭൂമിയിലെ മക്കളെല്ലാവരും അവരവരുടെ അപ്പനെ ഒന്ന് കുറച്ചുകൂടി പ്രാർത്ഥനയോടും ആദരവോടും പരിഗണനയോടും ഒക്കെ ഒന്ന് ഓർക്കേണ്ട ദിവസമാണ്. പിന്നെ എല്ലാവരുടെയും ഉള്ളിൽ കുറച്ചുകൂടി ഒരു അപ്പന്റെ ഭാവങ്ങളെ ഒന്ന് കൂട്ടിച്ചേർത്താലും നല്ലതാണ്. അതിന് മക്കൾ പോലും വേണമെന്നില്ലല്ലോ ഒരാൾക്ക് അപ്പനായി മാറാനായിട്ട്. ഈ നല്ല ദിനം യേശുവിലേക്ക് തന്നെയാണ് വിചാരമെത്തുന്നത്. ആത്മീയതയിൽ യേശു വരുത്തിയ ഏറ്റവും വലിയ വ്യത്യാസവും വിപ്ലവവും ഉണ്ടായിരുന്നു. ദൈവത്തെ അപ്പനെന്ന് വിളിക്കാനുള്ള ധൈര്യമായിരുന്നു അത്. ദൈവത്തെ അപ്പനെന്ന് മാത്രമല്ല, ഞാൻ അപ്പന്റെ ഏകപുത്രനാണെന്ന് കൂടി പറയാനായിട്ട് ഒരാൾക്ക് സാധിക്കുമ്പോൾ പുഴുക്കളെ പോലെ മണ്ണിൽ എഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും പൂമ്പാറ്റകളുടെ ചിറകുകളുണ്ടാവും. ദൈവത്തെ അപ്പ എന്ന് തിരിച്ചറിയുക, ആ അപ്പന്റെ സന്തതിയാണ്, അപ്പന്റെ മകനാണെന്നുള്ള ബോധ്യമുണ്ടാവുക. അവിടം തൊട്ട് നമ്മളുടെ ജീവിതം മാറി മറിയും. 12-ാം വയസ്സിലാണ് യേശു ആദ്യമായിട്ട് അപ്പനെന്നുള്ള ഈ വാക്ക് ഉരുവിട്ടത്. വിശുദ്ധ വേദം അടയാളപ്പെടുത്തുന്ന, വേദം സാക്ഷ്യപ്പെടുത്തുന്ന യേശുവിൻ്റെ ആദ്യത്തെ മൊഴിയുമായിരുന്നു അത്. പെരുന്നാളിൻ്റെ തിരക്കിനിടയിൽ കൈവിട്ടുപോയ മകനെ തേടി യൗസേപ്പും മറിയവും വന്നപ്പോൾ, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ആയിരിക്കണ്ടേ, ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ ആയിരിക്കണ്ടേ എന്നാണ് ദേവാലയത്തെ ചൂണ്ടി പതിയെ മകൻ പറഞ്ഞത്. അവിടം തൊട്ടാണ് ഒരു അപ്പം ബോധം നമ്മളിലേക്കും ഒരു ബാധ പോലെ കയറുന്നത്. മക്കളെല്ലാവരും കുറെ കൂടി അപ്പനോർമ്മകളെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതല്ലേ? മക്കളെല്ലാവരും കുറെ കൂടി മികച്ച അപ്പനായി മാറേണ്ടതല്ലേ? അപ്പന്മാരെയൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടതുമല്ലേ? ഇനിയും ഒരു വശം കൂടി ഉണ്ട് കേട്ടോ. ഭൂമിയിലെ അപ്പന്മാരിൽ വളരെ കുറച്ചു പേരെങ്കിലും അല്പം കൂടി തിരിച്ചറിവിലേക്ക് എത്തേണ്ടേ? ഏത് കൂട്ടത്തിലാണ് ഞാൻ? എന്തുമാത്രം അറിവും തിരിച്ചറിവും ഉണ്ടെങ്കിലും ഇതുവരെയും നല്ലൊരു അപ്പനായി മാറിയിട്ടില്ല അല്ലേ? അങ്ങനെയും കൂടി ഒരു ധാരണയിലേക്ക് പതിയെ ഒന്ന് പ്രവേശിക്കേണ്ട ദിനമാണ്. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഫീൽ ചെയ്യണ്ടേ, ഒന്ന് തോന്നണ്ടേ, കൊള്ളാൻ കുഴപ്പമില്ല, നല്ലൊരു അപ്പന്റെ ഭാവങ്ങളുള്ളിലുണ്ട്. യേശു തന്നെയാണ് നമ്മളിതിൽ സഹായിക്കാൻ പോകുന്നത്. യേശുവിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം എത്താം. എനിക്ക് ഭൂമി കിട്ടിയ ഏറ്റവും നല്ല അപ്പനാണ് യേശു എന്ന് കൂടി നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും പറയാൻ പറ്റും. ആമേൻ.